ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് പോണതിടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ഡാൻസേഴ്സിൽ എല്ലാവരും ഉണ്ട്. സബിൻ, വിഷ്ണു, ശിവ, നേഹൽ, അബി. രാവിലെ എല്ലാവരും 5 മണിക്കൊക്കെ എണീറ്റിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇന്നൊരു വലിയ വ്ളോഗ് വരുന്നതായിരിക്കും. അബി നടക്കുന്ന പറയുള്ളു. ഇന്ന് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള സബിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ വയലറ്റും വെള്ളയും. നമ്മൾ വണ്ടി വിളിച്ചിട്ടാണ് പോകുന്നത്. ട്രാവലറിലാണ് പോകുന്നത്. ട്രാവലർ എടുത്തോ. എൻ്റെ പാൻറ് കൂടെ എൻ്റെ പാൻറ് മറ്റേ ബാഗിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ബാഗിൻ്റെ മുകളിൽ ബെൽറ്റ് ക്യൂ വേണം. പിന്നെ ഉണ്ട്. നിങ്ങൾ പാൻറ് എടുത്തില്ലേ? ബീച്ചിൽ പോകാൻ ഹലോ. അത് കഴിഞ്ഞ് ചെറിയൊരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ബസ് ബാക്കിലാണ്. ഞാൻ ഇങ്ങനെ പാക്ക് ചെയ്യണം വന്നതാണ്. ഫസ്റ്റ് നമ്മളുടെ പാൻറ്റൊക്കെ മടക്കണം. മടക്കാണ്ട് നമ്മൾ കുത്തിരി കഴിക്കാൻ പാടില്ല. എവിടെ ഉന്ന ആ പാൻറ് എടുത്താൽ മതിയാവും. അവിടെ ഇരിക്കുന്നുണ്ട്. അത് വേണം, ഒരുത്തിന് വേണം പറഞ്ഞിട്ട് അവിടെ ചെറുത് പാൻറ് അവിടെ മറ്റേ ജീൻസ് ഉണ്ട് ഇന്നലത്തെ. അത് വിച്ചുവിന് വേണം പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അവിടെ വെച്ചു. ബീച്ചിൽ പോയിട്ട് ഗിരീഷേട്ടൻ എന്തോ ചെയ്യുന്നു. ഗിരീഷേട്ടൻ എന്താ എടുത്തിട്ട് സെറ്റ് വിചാരിച്ച് പോയി ചെറുക്കുക. അതുകൊണ്ട് അങ്ങോട്ട് പോകും. നമ്മുടെ അഭിക്കുന്ന പറ്റിയ ഒരുത്തൻ സേറാന്ന് വിചാരിച്ചിട്ട് അല്ല സെൻ്റെ വിചാരിച്ചിട്ട് സേറ മേത്തുകൂടെ അടിച്ചിറക്കുക. സബിൻ്റെ കുറച്ച് ആക്ഷൻ ഹീറോ. നമ്മള് ഗുരുവായൂർ കളിപ്പിക്കും. നമ്മള് മഴ ഇത് ഫുള്ള് കളറാവാന്നൊക്കെ ഓട്. ഈശ്വരാ ഇക്കെടുത്തിട്ട് അല്ല അത്ര സെന്റ് എന്തെങ്കിലും ഉണ്ടാവും എടുത്തിട്ട്. എടുത്തിട്ടേ മേലടിക്കുന്നത് ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഗുരുവായൂർ പോകാൻ പോവാണ്. ബാക്കി വിശേഷങ്ങൾ വണ്ടിയിൽ നിന്നും പോയിട്ട് പറയാം. 7 ആളെന്ത് പറയും? എന്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും ഔട്ട്ഫിറ്റ്സ് നോക്കട്ടെ. നിവർത്തിറാ ചെറിയൊരു ഔട്ട്ഫിറ്റ് ചെക്ക്. നമുക്ക് ഇതിന്റെ റീൽ എടുക്കാം. അവിടെ പോയിട്ട് ഔട്ട്ഫിറ്റ് ചെക്ക് ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. മറ്റേ കണ്ടല്ല അതൊന്നും വേണ്ട അറിഞ്ഞാ കേട്ടോ. അത് ഗൈസ് നമ്മളില്ലേ നമ്മളങ്ങനെ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തതാണ്. ഒരു നേഹൽ എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ തിരക്കുള്ള കാരണം കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും ദിവസം പോകാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ നമ്മളിന്ന് ട്രാവലർ വിളിച്ചത്. അപ്പോൾ ആർക്കെങ്കിലും വണ്ടി വേണമെങ്കിൽ ഇതാ നമ്മുടെ നമ്പർ 2 കാണാനില്ല. അത് നമ്മൾ വേറെ സെറ്റിൽമെൻറ്റിൽ കിടക്കുക. അല്ല അങ്ങനെ വണ്ടി സ്റ്റാർട്ട്. ആ ഡോർ ഒന്നുകൊണ്ട് തുറന്നറിയും. വണ്ടി എടുത്തുട്ടോ. നമ്മളെങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഇപ്പോൾ പുറപ്പെട്ടു. നമ്മള് എല്ലാ വിഷയം കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഞാനല്ല എനിക്കറിയില്ല. എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല.
അതൊന്നും കാണാനല്ല പിന്നെ വിഷു നടക്കുള്ള വിഷു ക്യാമറ ഓണാക്കി കണ്ടേ. വേം വാടെ കൊറേ നേരം നിക്കണേ. വീട്ടിൽ പോയി നിങ്ങള് എടാ മണ്ട കേറ്. മാമ ഒന്നും പറയില്ല. ഇനി നാളെ വന്നു കഴിഞ്ഞാൽ പറയും മാമ ബാക്കി. ഇത് പറയാ എന്താ എന്ത് മനുഷ്യന്മാരാ അവര് പറഞ്ഞു മാമ അതാ എന്താ അവര് എടുക്കാൻ പറഞ്ഞാണ്. എന്നാ പോയിട്ട് വരാം മാമ. ആ ശരി. ഇവിടെ മോണിക്ക് മറ്റേ മോണിക്ക് മാറി മാറി വിളിച്ചു. ഇന്നലെ അമ്പത്തിന്റെ മോണിക്ക് വിളിച്ചിട്ട് ചെക്കന്മാരെ എവിടെ വെച്ചത് റെഡി ആയിട്ടേക്കാൻ പറഞ്ഞിട്ടേ അത് ഉറങ്ങിട്ടില്ലോ. ശിവൻ വിളിച്ചറിയണേ 5 മണിക്ക് എണീറ്റാലേ അങ്ങനെ കുളിക്കായിരുന്നു. നമ്മളില്ലേ ഒരു 10 മിനിറ്റ് ലേറ്റ് ആണ്. കുഴപ്പമില്ല. ഞങ്ങളിപ്പോ വരുമ്പോ പറഞ്ഞുള്ളത് പറഞ്ഞിട്ടുള്ള എല്ലാവരും രാവിലെ മൂക്കാട്ട ഒരാൾക്ക് ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. വലിയ നമ്മുടെ സ്ട്രീറ്റ് ഡാൻസേഴ്സ് പാട്ടുകാരാണ്. ഫീലിംഗ് പാട്ടിന്റെ ഫീൽ ആലോചിച്ചിരിക്കുന്നു. പടവാണ്ടി താളം കുടമാറ്റം കാണാൻ അറിയാൻ മേലം വിളി കയലേരയിൽ കിളിക്കൂട്ടമായി കളികൊണ്ടുവാൻ വന്നുപോയി മുഴനീരുകൾ തെളിനീരിലായി കളി ചൊല്ലി നീങ്ങുന്നു. പഴയ കാലങ്ങളെന്നും പടിമറയുവതിനി വരുമോ? ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നു പോയി തെളിനീരിലായി കളി ചൊല്ലി നമ്മളെല്ലാരും വന്നിട്ടുണ്ട്. നമ്മള് ഗുരുവായൂർ പോവാണ്. ഞങ്ങൾ കാണിക്കും എല്ലാരും വന്നു. ആകാശവും ഒരു ട്രാവലർ ഇട്ടില്ലേ പറഞ്ഞ പോലെ കിട്ടില്ലേ? കിളി ഇത് കിളി നാട് കാണാൻ വന്ന ക്രിസ്ത്യാനിയാണ്. അയ്യോ ഇതുവരെ ജാതി വരെ ഇതുവരെ ആ ഷർട്ട് ഞാൻ ഇട്ടെന്നാ. ഒരു ഫാൻസായിട്ടോ ഒരു ഫാൻസായി കൊടുക്കില്ലേ? സ്വർണത്തിന്റെ വാച്ചല്ലേ? നമ്മുടെ നമ്മളിപ്പോ ഗുരുവായൂരാണ്. ഗുരുവായൂർ നമ്മൾ എത്താറായി. നോക്കട്ടെ ബോർഡ് ആയിട്ടാ ഗുരുവായൂർ. ഏയ് ഇപ്പോൾ നമ്മള് അപ്പൊ ഗുരുവായൂർ എത്തിക്കണം മച്ചാനെ. ഗുരുവായൂരെത്തി. ഇനി നമ്മള് വണ്ടി പാർക്ക് ചെയ്യണു. നേരെ തൊഴുകാൻ പോകും. ഇവിടെ ബസ് സ്റ്റാൻഡിൽ എത്തി. ഞാൻ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്താ ചെയ്യാ? പിന്നെ നല്ല ലേറ്റ് ആയി.
അഭിനേ പോകുമ്പോ എടുത്താൽ മതി ഇതൊക്കെ ഇവിടെ വെച്ചോ. ആ ഗ്ലാസ് എന്തായാലും ഇപ്പൊ ഫോട്ടോ ഒന്നും എടുക്കില്ലല്ലോ, ഇതവിടെ വെച്ചോ. മറക്കരുത് കേട്ടോ. പിന്നെ മറക്കരുത്. ഇറങ്ങി 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 വലിയ പോട്ട് ഒളിച്ചൊക്കെ എവിടെയും ഞാനും ബസ്സും വണ്ടിന്ന് ഇറങ്ങിയിട്ടുണ്ടോ അവിടെ ശിവൊക്കെ കെട്ടിക്കൂട്ട നോക്ക്. ക്ലാസ് ഒക്കെ എന്തിനാ ക്ലാസ് ഇപ്പൊ എടുത്തിട്ട് ഒരു ഫോണ് മതി. അങ്ങനെ ഇതാണ് നമ്മുടെ തലയുവ വാത്തി. ഏയ് 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 അപ്പൊ നമ്മള് എല്ലാരും കൂടി ഇതാണ് ഡോണ്. TRK ഭരിക്കാൻ പോകുന്ന ഡോണാണ്. പിന്നെന്താ പൊളി എന്നെ പൊളി എല്ലാ ചെരുപ്പ് നിക്ക് നിക്ക് ചെരുപ്പ് അടിക്ക് ചെരുപ്പ് അടിക്ക് ചെരുപ്പ് അടിക്ക് ചെരുപ്പ് അടിക്ക് ചെരുപ്പ് അണ്ട് മുണ്ടിയാ വരും മുണ്ടിയാ വരും. ഇവന്റെ ഹൈലൈറ്റ് കാണിച്ചതാ ആറ്റിയോടെ കടിപൊളി ചെരുപ്പ്. അഭിഭാസാണ് ചെരുപ്പ്. ഗായ്സ് നമ്മളങ്ങനെ ഗുരുവായൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, കാണിക്കാണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ. ഇതാ അപ്പോൾ രണ്ടാളും കൂടി ഉണ്ട്, അവർ വരും, ഇപ്പോൾ വരും. പിന്നെ ഇനി എന്താ പറയുക, കുറേ ദിവസമായി റീലൊക്കെ ഇട്ടിട്ട്, അപ്പോൾ എത്രയും പെട്ടെന്ന് റീലൊക്കെ വരുന്നതാണ്. ഇനി റീലില്ല, ഇനി ഞങ്ങൾ തന്നെ പറയും റീൽ ഇടുന്നത്, പക്ഷെ റീൽ ഇടില്ല. അല്ല എന്താ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഒഴിവില്ലാണ്ടൊക്കെ ആയിട്ട് ഇവർ രണ്ടിനും കണ്ടു കഴിഞ്ഞാൽ ഏട്ടനെ പോലെ അല്ലേ നേഹലിനെ പിന്നെ കണ്ട അത് തൊപ്പി വിടും. ഞാൻ എറിഞ്ഞു കൊടുക്കണം, ഇന്ന് ഞാൻ കൊടുത്തിട്ട് ചേട്ടാ. എന്നാ തൊപ്പി, ആ തൊപ്പി കൊടുത്തിട്ട് വരാം. നിങ്ങൾ ആളെ കൂട്ട് റെയിൽവേ സ്റ്റേഷനിലാ? അല്ലല്ല ഇത് റെയിൽ അറിയില്ല. ഈ ഷൊർണൂരിന്റെ മുന്നിൽ കൂടെ പോയിട്ടല്ലേ? ഹോട്ടൽ. അപ്പൊ ഇവിടെയാണ് എന്റെ സൈക്കിള് കട്ടെടുത്ത് കൊടുത്തേക്ക് ഇവിടെ പണിയൊക്കെ നടക്കും കേട്ടോ, അടിപൊളി പണിയാ. അല്ല കിരണാന്റെ ഫോണാണ് കേട്ടോ. ഞങ്ങൾ ശരിക്കും ഇവിടേക്ക് വന്നെന്താ അറിയോ, വിഷ്ണുവിന് പാർട്ട് ടൈം ജോബ് വേണം നമ്മൾ പുതിയൊരു എൻട്രി കാണിച്ചല്ലേ ഗുരുവായൂർക്കുള്ളത്. നമുക്ക് മറ്റേ എടുത്താലോ, മാനത്തെ മനിത്തുമ്പോ ആലോചിച്ചല്ലോ അവിടെ നടന്നു. ഇത് ഗൂഗിൾ പേയിലില്ല ഈ മാപ്പ്, അല്ല ഗൂഗിൾ മാപ്പിൽ ഗൂഗിൾ പേയിലില്ല ഈ മാപ്പ്. മാപ്പിലില്ല ഈ മാപ്പ്. അത് കൂടെ നമുക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറയണത്. ഗൂഗിൾ മാപ്പിൽ ഇല്ലാത്ത വഴി നമ്മൾ തിരിച്ചു പോകും. ഗൂഗിൾ പേ കൂടെ പോകാൻ പറ്റില്ല. അപ്പൊ ഇനി നമുക്ക് ഒറിജിനൽ കല്ലെടുത്ത് ഇറങ്ങിയോ സഭ അവിടുത്തെ കുറച്ച് മെറ്റൽ വരിക്കോ അല്ലാതെ അവിടെ ടൈം എടുക്കും. സഭ്യ എന്താ മുട്ട് വിലവിട് വിലവിട്. നമുക്ക് 5 പണിയില്ല
അതിന്റെ കൈ എടുത്തല്ല അമ്മയാണ് ചെക്കന്മാരെ മാറും എന്തിങ്ങനെ നടക്കുന്നത് ഞാൻ വീണ് തലി കേട്ടോ വീണ് കിടന്നിട്ട് വിളക്കണ്ടല്ലോ അയ്യാളെ കീട്ടാണേ വെള്ളച്ചക്കാണ് മെയിൻ എവിടെ പോയാലും. അത് ആക്ച്വലി ഞങ്ങൾ അവിടേക്കില്ലേ മറ്റേ കോൺട്രാക്ടർ കോൺക്രീറ്റ് ചെയ്യും. ഞാൻ കോൺട്രാക്ടർ ഒറ്റ നടത്തുന്ന ആർക്കും തോന്നിയത്. ഇതാണ് ഗുരുവായൂരിൻ്റെ ഒരു കണ്ടം. പോലല്ലേ സയ്യാറത്തൂ നമ്മളില്ലേ അപ്പൂസിനെ കുറേ നേരമായി പോസ്റ്റ് ആക്കണം. നമുക്ക് അപ്പൂസിനെ കാണിച്ചു തരാം. ഇനി വായപ്പൂസൻ അടാ നേഹലേ ഏതോ വലിയ ഗ്യാങ്ങാണ് പറയും. അപ്പോൾ ഇനി നമ്മളില്ലേ ഉള്ളിലേക്ക് കടക്കാൻ പോവാണ്. നമുക്ക് ഉള്ളിലേക്ക് കടന്നിട്ട് ബാക്കി നോക്കാം. എന്റെ പുതിയ ചെരുപ്പാ. ഇത് കാലിൽ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ദയവ് ചെയ്ത് തിരിച്ചു തരേണ്ടതാണ്. ഫോക്കസ് ആവാത്തല്ലേ? ഞാനേ അവിടെ നിങ്ങൾ തിരിഞ്ഞപ്പോഴേ അതേത് നല്ലൊരു കുട്ടിയൊക്കെ വിചാരിച്ചു. നല്ല തിരക്കുണ്ട് കേട്ടോ. കുറവല്ല, കൂടുതൽ അവിടെ നോക്ക്. അമ്മ അമ്പത്തിക്ക് ഇങ്ങനെയൊക്കെ തമാശ പറയാവോ? ചേട്ടോ ഇതിൻ്റെ ഇടയ്ക്കൂടെ ചാടിയാൻ ചേർന്നേ. ആ പൂങ്കളേ മറ്റേ ഇവിടുന്നേ ബോണി സ്വീറ്റ്സ് എത്ര ഈ ബോണി സ്വീറ്റ്സ് പറഞ്ഞാൽ അറിയണ ഒരു കമൻറ്റ് ചെയ്യും. എന്താ കഴിക്കുമ്പോൾ വാച്ചന്നെ കിട്ടിയെടുക്കും. നമ്മളിപ്പോ അതാ നോക്ക് നമ്മളപ്പോ ഫുഡ് കഴിക്കാൻ കയറാണ് കേട്ടോ. ചേട്ടാ എന്തേലും പറയും. ചായ കുടിക്കാം. ഒരു ചായ കുടിച്ചിട്ടാവും. അതല്ലേ ഞാനും പറയും. എന്തേലും പറയും മച്ചാനെ എന്തേലും പറയും. എന്താ പറയാ അതിന്റെ പൊളി. കിരണേട്ടന് എന്താണ് പറയാനുള്ളത്? കിരൺ ബ്രോ പറയൂ. പറയൂ. അപ്പൊ ഞങ്ങളില്ലേ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ കഴിക്കണേ?
പഴംപൊരി കഴിക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നറിയില്ല. അവിടെ അവിടെ ഫുള്ള് അടിയ തോന്നുന്നു അവര് കേട്ടോതൊക്കെ വിളിക്കുന്നുണ്ട്. നല്ല കടയാണോ നല്ലൊരു നെയ്റോസ്റ്റ് അമ്പലത്തിന് പറ്റിയ കട. അമ്പലത്തിനടുത്ത് നല്ല ചായ 3 ചായ 3 ചായ 3 പഴംപൊരി 3 ചായ 3 പഴംപൊരി മുരിഞ്ഞത്. മുരിഞ്ഞത് എടുത്ത് വേണം. മുരിഞ്ഞ പഴംപൊരി. അത് നേഹലിനെ കണ്ടുപിടുത്താണ് മുരിഞ്ഞ പഴംപൊരി. ഇതാ ഇവൻ ഡയറ്റിലാ, ഷുഗർ പറ്റില്ല അവന്. ഞാൻ പഴംപൊരിയും എണ്ണക്കടിയും ചായ ഒന്നും മധുരമായിട്ട് ചായ ഒന്നും കുടിക്കില്ല. ഡയറ്റാണ്. അടങ്ങൾ രണ്ടിനും കണ്ട് ഞാൻ എണ്ണനെ പോലെ ഉണ്ടോ അപ്പോൾ. പക്ഷെ പോരെ രണ്ടാളും നിനക്ക് പോരാളെ കാണിക്കട്ടെ, കാണിക്കുന്നോട്ടെ. നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് തന്നില്ല ഇവിടെ ഇവിടെ അങ്ങനെ പഴംപൊരി എത്തിയിട്ടുണ്ടോ? പഴംപൊരി ഇത് മൊരിഞ്ഞിട്ടേ അന്നത്തിൽ ഒട്ടി പിടിക്കും. പഴംപൊരി എങ്ങനെയുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഇല്ലേ മൊരിച്ചിട്ടില്ല, മധുരമുണ്ട്. പഴം നല്ല മധുരമുണ്ട്. പക്ഷെ ഓയിലാണല്ലോ. എന്നത് വെള്ളത്തിലല്ല ഉണ്ടാക്കണേ. ഞങ്ങളവിടെ പഴംപൊരി പെട്രോളാണ്. റിച്ചാ നമ്മളവിടെ പഴംപൊരി പെട്രോളിലാണ് ഉണ്ടാക്കുക. കടയൊന്നുമില്ല അവിടെ പൊട്ടിത്തെറിച്ചിട്ട്. എല്ലാ കൂട്ടത്തിലും കാണും പല്ല് ക്ലിപ്പിട്ടിട്ട ഒരു സാധനം. നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? ഇതാക്കി തൊട്ടോ. ചൂട് ചായ നല്ല പച്ചവെള്ളം മാത്രം ചേർത്ത സ്നാപ്പ്. ഇത് പറയും. അപ്പോൾ ഗൈസ് നമ്മളില്ലേ ഫോൺ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഞങ്ങൾ തൊഴുത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഫോൺ എടുക്കുന്നതായിരിക്കും. ഓക്കെ ബൈ. അപ്പം നമ്മളങ്ങനെ തൊഴുത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇത് നമ്മളെങ്ങോട്ട് പോണ്? ചാവക്കാടല്ല, ആന കാണാൻ പോവില്ലേ? അറബിക്കടലിൽ. ആനയെ കാണാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചാവക്കാട് ബീച്ച് പോകും. അപ്പോൾ ചാവക്കാട് പോയിട്ടൊന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ, കണ്ടോ കിട്ടോ. വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞില്ല കേട്ടോ ഓരോരുത്തർ. അബീനെ പട്ടത്തിനൊപ്പം പറത്തി വിടുക. ഇതാ മഞ്ഞക്കിളി. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ പോവാൻ കഴിഞ്ഞു. പറയടാ. കൃഷ്ണ 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 ആ അതെ. ഞാൻ അങ്ങനെ ആ ഡാൻസിന് കണ്ടുകൊണ്ടിരിക്കുന്നത് കാണും. നമുക്ക് കുറച്ച് ക്ലാസിക്കൽ ഡാൻസ് കാണാം. അതെന്താ അടിപൊളിയല്ലേ? രണ്ടാളും പാടാ ക്ലാസിക്കൽ ഡാൻസ് കാണുക. തുണിയിലേക്ക് എഴുത വേണമെങ്കിൽ നമ്മളിനി പുഴ കാണാൻ പോവാ. ആകെ മൂഡ് പോയി. എന്താ കാരണം നമുക്ക് പറയാൻ താല്പര്യമില്ല, പക്ഷെ ആകെ മൂഡ് പോയി. ഇല്ല ശിവേ? എനിക്ക് മനസ്സിലായി. എനിക്ക് മൂഡ് പോയി. ശരിയായില്ല. എന്തൊക്കെ ചെറിയൊരു എന്തൊക്കെ ഒരു മൈൻഡ് കൂടെ വന്നില്ല. വിഷ്ണു അവരെന്താ കപ്പിൾസോ? അവർ രണ്ടുപേരും
അമ്മയും വിഷ്ണു വാ, വാ, വാ. എന്റെ തന്നെത്താനെ വീഡിയോ എടുക്കണം കേട്ടോ ഏട്ടാ. ഇതില് പറയാൻ പറ്റില്ല അത്. ഇതാണ് നമ്മുടെ എന്ത് കിട്ടിയാലും വാരി വെച്ച് തിന്നുന്നവൻ, തൊള്ളക്ക് റെസ്റ്റ് കൊടുക്കാത്ത ഒരേ ഒരു പയ്യൻ. ഒരു റെസ്റ്റും മാമാവന്റെ വായിക്ക് കൊടുക്കില്ല. എന്നാ കുറച്ചിന്റെ വായിക്ക്. ഏയ് വന്നിട്ടോ, ചാച്ചു വന്നു മക്കളെ, ചാച്ചു. എടാ പൂസേ, എടാ എണ്ണ കുറച്ചേട്ടാ. ഏയ് എന്താ ഏട്ടാ, ഞാൻ കണ്ണാടക്ക് എന്റെ കണ്ണാട എന്ത് ചെക്കനകള്. ഗുരുവായൂരത്തെ കുട്ടീനെ കാണാ. ഇടപാടാണ്, കടലിടപാട്. എൻ്റെ കടലിടപാട് പോലെയല്ല, എൻ്റെ കണ്ണാട എടുത്ത് കൊണ്ടുപോകണത് കേട്ടാ. ചേട്ടാ കണ്ണാട കേട്ടാ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഗുരുവായൂരിൽ ഇറങ്ങിയിട്ട് എന്താ നമുക്ക് ചെക്കന്മാരത്, കാരണം അവിടുത്തെ ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ. അപ്പോൾ ഗായ്സ് നമുക്ക് എന്താ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ അവിടുത്തെ ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണ ട്രിപ്പുകളൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് എന്താ സോറി, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ചാച്ചിയോ ചാച്ചിയോട്ടാ, നിങ്ങളെ പൊന്നനിയല്ലേ ഞാൻ. എനിക്ക് ആ കണ്ണാട നാട്ട് ഞാൻ എന്ത് തെറ്റി ചേട്ടാ. ഞങ്ങൾ അവിടെ കടയിലിരിക്കുന്നുണ്ട്, മറ്റേ കടയിൽ. അവ ഇറങ്ങിയിട്ടില്ല. കിട്ടുന്നില്ല. നമ്മളെന്തായാലും ഇത് നോക്കിയിട്ടല്ലേ എടുക്കുള്ളൂ. അമ്മ എന്തായാലും നോക്കണം കേട്ടോ. ഇതിലേ വാ, നമ്മളിങ്ങനെ സേഫ് ആയിട്ട് അപ്പൊ നമ്മളിപ്പോ എഴുതാൻ പോണെന്ന് അറിയോ? ഇത്ര കുട്ടിയാ ചാച്ചി. ആ മുണ്ടഴിയാണ്ട് നോക്കിക്കാ. ചാച്ചിലോടത്ത് തിരിയും വരുന്നില്ല. അവിടെ ചാച്ചി കള്ളൻ എഴുതാൻ പോയപ്പോ മാഞ്ഞു. മറ്റേ കോലം വെക്കില്ലേ പാടത്ത്, അതുപോലല്ലേ തടിയമ്പാലം. ഈ തീര ഇതിന്റെ കാലുമുട്ട് നമുക്ക് നോക്കട്ടോ. ഓയോ പേനടിച്ചോ, പേനടിച്ചു. നമ്മുടെ ഫ്ലാറ്റ് പാളി പോയി ഇത് കുറച്ച് ഫുള്ളായിട്ട് തന്നെ നമ്മൾ കടലമ്മക്കരയല്ല കണ്ടത്. ഓ എടുക്കണേ. അത് ഇക്കുള്ളതാ
എനിക്കുള്ളതാ പാടമുത്തേ പാട്ടാ. തീരുമാനമായി. കണ്ടോ ഏതെങ്കിലും ഇവിടെ അടുത്തേക്ക് വരുന്നുണ്ട് മനസ്സിലാക്കിയിട്ട്. ഇതുപോലെ ആരിലൊക്കെ വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട. വെറുതെ പറയാം. ഇതിലേ വാ. ആകെ മൂഞ്ചി അണ്ണാക്കിലൊട്ടി. അതെ മോന്ന് കാണില്ല എന്നാലും മൂഞ്ചി പോലെ തന്നെ. ഞാൻ ഡ്രസ്സിലൊന്നും ചളിയാക്കാൻ നടക്കുകയായിരുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം പോയി കാഴ്ച എന്തൊക്കെ പറഞ്ഞാലും അത് എനിക്കറിയാം കിഷോറേട്ടനെ അറിയാം അതെന്താന്ന്. എങ്ങനെ തീരുമാനം അയ്യോ ഫോണ് പോയില്ല മണ്ട പോക്കറ്റ് എങ്ങനെ തീരുമാനം ഒട്ടും മടലറിയില്ല. ബാഹുബലി ബാഹു ഒടുക്കിൽ അല്ല ഒടുവിൽ ഇവിടെ എത്തുമ്പോ ഞെട്ടുന്ന താരം ഓടിപ്പോകും. നേഹലി വെറുതെ വീട്ടിരിക്കടാ. ഇത് അവിടെ വെക്കാൻ വേണ്ടിട്ടാണെങ്കിൽ നിലത്ത് വെച്ച് പോകാൻ പറ്റില്ലോ. അതാണ്